ഹായ് ഹലോ, എല്ലാവർക്കും J4G ജ്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എടക്കനാടിൻ്റെ, അതായത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ എടക്കനാട് എന്ന ദേശത്തെ എൻ്റെ നാട്ടിലെ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ചില കാഴ്ചകളിലേക്കാണ്. അപ്പം നമുക്ക് പോയാലോ. നേരത്തെ കണ്ടതാണ് എടക്കനാട് മദ്രസ. അവിടെ വെച്ചാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് എടക്കനാട് ജുമാ മസ്ജിദിലേക്കാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും മാല ബൾബ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇന്നലെ, അതായത് ഓണത്തിൻ്റെ തലേദിവസം നല്ല മഴയായിരുന്നു. ഓണത്തിന്, അതായത് ഇന്ന് മഴയൊന്നും ഉണ്ടായിട്ടില്ല, ഇനി നാളെയും മഴയുണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് എടക്കനാട് ജുമാ മസ്ജിദ്. അതായത് അവിടെ വെച്ചാണ് കുട്ടികളുടെ കലാപരിപാടികൾ, ദഫ്മുട്ടും മാപ്പിളപ്പാട്ടുകളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് എടക്കനാട് ജുമാ മസ്ജിദ്. ഈ കാണുന്നതാണ് എടക്കനാട് മദ്രസ. ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരെ ഇവിടുത്തെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സജീവമാണ്. നമ്മുടെ സലാം മാഷ് ഇവിടെ ചെറുപ്പക്കാരുമായി പിള്ളേരൊക്കെ ആയിട്ട് നല്ല ചർച്ചയിലാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ മെമ്പർ നൗഫൽ എന്ന നമ്മുടെ കുഞ്ഞുട്ടി ഉണ്ട്. 5 പോത്തിൻ്റെ ഏകദേശം 15 കിൻഡൽ ഇറച്ചിയാണ് ഈ കാണുന്നത്. മറ്റ് പച്ചക്കറി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം 600 വീടുകൾക്ക് ഉള്ള ഇറച്ചിയാണ് കേട്ടോ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന 8 ചെമ്പുകളിൽ നാളെ നിറയെ നെയ്ച്ചോറായിരിക്കും. നാളെ എല്ലാ വീടുകൾക്കുമുള്ള നെയ്ച്ചോറ്. മാത്രമല്ല, ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള 600 വീടുകളിൽ ഹിന്ദുസും വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. മാത്രമല്ല, മറ്റ് മഹല്ലുകളിൽ നിന്നും ഭക്ഷണത്തിനായി ആളുകൾ ഇവിടെ എത്താറുണ്ട്. ജാതി മത ഭേദമന്യേ ആര് വന്നാലും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത്തരത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഞങ്ങളുടെ സ്വന്തം എടക്കനാട്. മതവെറിയുമായി നടക്കുന്നവർക്ക് ഇത് കണ്ട് കുരു പൊട്ടിയേക്കാം. നമ്മുടെ പണ്ടാരി, അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പണ്ടാരി പാചകക്കാരൻ കെലിയിലുണ്ട് ഇവിടെ. കെലിയിനെ പറ്റി പറയുമ്പോൾ കെലിയിലിൻ്റെ ആശാനായ മിഥുനിക്കാനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മിഥുനിക്കയാണ് ഞങ്ങളുടെ എടക്കനാട് ദേശത്തെ എന്ത് പരിപാടിയാണെങ്കിലും, കല്യാണമാവട്ടെ ഇനി നിശ്ചയമാവട്ടെ, എന്ത് പരിപാടിയാണെങ്കിലും അവിടെ പാചകം ചെയ്തിരുന്നത് മിഥുനിക്കായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ കെലിയിലും റഹിയും മറ്റു സുഹൃത്തുക്കളും ചേർന്നാണ് ഈ പാചകങ്ങളൊക്കെ ചെയ്യുന്നത്. നബിദിനാഘോഷത്തിൻ്റെ തലേ ദിവസത്തെ പരിപാടിയും നബിദിനാഘോഷ പരിപാടികളും ചേർത്താണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എവിടെയുമില്ലാത്ത ഒരു പ്രത്യേകത, ഒരു സവിശേഷത ഇവിടെ ഞങ്ങളുടെ എടക്കനാട് മഹലിലുണ്ട്. അത് വഴിയെ പറഞ്ഞുതരാം. ഇതാണ് നാളെ ഉപയോഗിക്കാനുള്ള നെയ്ച്ചോറാക്കാനുള്ള അരിയാണിത്. എൻ്റെ സുഹൃത്ത് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് അയ വറക്കുന്നുണ്ട്. പലരും ഒത്തുകൂടാൻ കിട്ടിയ ഈ അവസരം പല തമാശകളും നാട്ടുവർത്തനൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കട്ടൻ ചായ വന്നത്. നല്ല ചൂട് കട്ടൻ ചായ. അത് കുടിച്ചപ്പോഴാണ് ഒന്ന് ഉഷാറായത്. അപ്പോഴതാ നമ്മുടെ മനാഫ്ക ഈ സദസ്സിലേക്ക് കയറി വരികയാണ്. മനാഫ്ക എന്ന് പറയുമ്പോൾ എടക്കനാട് ദേശത്തെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു സജീവ പ്രവർത്തകനും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ്. എൻ്റെ സുഹൃത്ത് സത്താർ ഫൈസി അങ്ങനെ വന്നിരിക്കുകയാണ്. സത്താർ ഫൈസിയാണ് ഇവിടുത്തെ ഈ മദ്രസയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഹെഡ്. നാളത്തെ പരിപാടിക്ക് വേണ്ട കസേരകളൊക്കെ സെറ്റ് ചെയ്യുകയാണ് പലരും. ഇവിടുത്തെ പ്രധാന അധ്യാപകരാണ് ഇവർ 2 പേരും. എൻ്റെ സുഹൃത്ത് സത്താർ ഫൈസിയുണ്ട്. അവരുമായിട്ട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവച്ചു. അങ്ങനെ ഇന്നാണ് നബിദിനാഘോഷ പരിപാടികൾ തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെ വക മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവരുടെ ഫാമിലിയൊക്കെയാണ് നിൽക്കുന്നത്. റാലി അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ നല്ല വർണ്ണാഭമായ ഡ്രസ്സുകളൊക്കെ ധരിച്ച് നല്ല കോൽക്കളിയും ദഫുമുട്ടും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട
മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും. കുട്ടികളുടെ പല നിറത്തിലുള്ള ഡ്രസ്സുകളും അറബി ഡ്രസ്സുകളും എല്ലാം തന്നെ കാണാൻ വളരെ അതിമനോഹരമായിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മധുര പലഹാരങ്ങൾ കൊടുക്കുന്നത്, വഴിയിലൂടെ പോകുന്ന ജാതിമത ഭേദമന്യേ എല്ലാവർക്കും മധുര പലഹാരങ്ങൾ കൊടുക്കാറുണ്ട്. കുട്ടികൾ വണ്ടിയിലിരുന്ന് മാപ്പിളപ്പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. അതിനനുസരിച്ച് ബാക്കിൽ വരിയായിട്ട് കുട്ടികൾ കോൽക്കളിയും ഡാൻസും ഒക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് നടന്ന് ക്ഷീണിച്ച് നടക്കുകയാണ് കുട്ടികളെ. ഇനി ഏതെങ്കിലും അങ്ങാടിയിലോ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടാണ് അവരുടെ കലാപ്രകടനങ്ങളൊക്കെ കാണുന്നത്. ഇതാണ് എൻ്റെ ക്ലബ്ബ്, മില്ലുംപടിയിലെ ഡ്രാഗൺ എന്ന ക്ലബ്ബ്. ഞങ്ങളുടെ വകയായിട്ട് എല്ലാ വർഷവും കുട്ടികൾക്ക് വേണ്ട മധുര പലഹാരങ്ങളോ വെള്ളങ്ങളോ പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും. ഇപ്രാവശ്യം സ്പെഷ്യൽ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത്. അത് എല്ലാവർക്കും കൊടുക്കും. ഇത് കാണാനായിട്ട് മറ്റു കുട്ടികളും അവരുടെ ഉമ്മമാരും ഒക്കെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം കൊടുക്കുന്നത് സ്പെഷ്യൽ ക്രീം പെന്നും ബിസ്ക്കറ്റുമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. സാധാരണയായി 2 മൈലിലെ കുട്ടികൾക്കാണ്, അതായത് എടക്കാട് മൈലിലെയും മരവന്ത മൈലിലെയും കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള സ്വീറ്റ്സുകളും വെള്ളവും എല്ലാം കൊടുക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ നാടിന് അഭിമാനകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ് ഡ്രാഗൺ മില്ലുംപടി. ഇനി മരവന്ത മഹലിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ച മധുര പലഹാരങ്ങൾ അവർക്ക് വിതരണം ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഗൾഫിലുള്ള ഇത് കാണുന്ന ആളുകൾക്ക് ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് ആയിരിക്കും. കാരണം അവർ മുന്നേ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ അവരിത് വീണ്ടും വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും കൂടെ ഒരു സന്തോഷവും രസവും ആഹ്ലാദമൊക്കെ ആയിരിക്കും. അങ്ങനെ 2 മഹലിലെയും കുട്ടികൾക്ക് വേണ്ട മധുര പലഹാരങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകുന്നത് മദ്രസയിലേക്കാണ്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ വേറെ എവിടെയും ഇല്ലാത്ത ഇവിടുത്തെ സ്പെഷ്യലായ ആ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ ചോറും ബീഫിൻ്റെ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആളുകളൊക്കെ അത് കൊടുക്കാനുള്ള തിരക്കിലാണ്. കേരളത്തിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ചോറും കറിയും എല്ലാവരും അവിടെ പോയിട്ട് വാങ്ങലാണ് പതിവ്. ഞങ്ങളുടെ എടക്കനാട് മഹലിൽ മാത്രമാണ് വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. കൊട്ടയിലും ചട്ടിയിലുമാക്കിയിട്ടാണ് ഭക്ഷണം വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. കൊട്ടയിൽ ചോറും നമ്മുടെ നാടൻ മൺചട്ടിയിൽ കറിയുമാക്കി, ബീഫിൻ്റെ കറിയുമാക്കിയിട്ട് അവരുടെ വീടുകളിലേക്ക് എത്ര പേരുണ്ടോ അവരുടെ എണ്ണത്തിനനുസരിച്ച് ഈ കൊട്ടയിലും ചട്ടിയിലും ആക്കിയിട്ടാണ് അവരുടെ വീടുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഞങ്ങളുടെ ഈ നാട്ടിലുണ്ട്. സലാം മാഷ് ഇവിടെ കൊടുക്കേണ്ട വീടുകളുടെ എണ്ണം എടുക്കുന്നു. യാവൊക്കെയും സൈവത്തൊക്കെ എല്ലാവരും കൂടെ ചേർന്നാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. എടക്കനാടുള്ള എല്ലാവരും
ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും എല്ലാവരും ഒരുപോലെ ഒരു മനസ്സോടെ ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ബീഫിൻ്റെ കറി ചട്ടിയാക്കി കൊടുക്കുന്നത്. ഈ ബീഫിൻ്റെ കറിയെ പറ്റി പറഞ്ഞാൽ ഈ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരും. ഈ ലോകത്തെവിടെയും ഇത്രയും ടേസ്റ്റുള്ള കറി നമുക്ക് കിട്ടൂല. അത് ഈ കറി കഴിച്ചവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഈ കറി കണ്ടാൽ തന്നെ നമ്മുടെ വായി വെള്ളം വരും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ഇത് കഴിക്കാറുണ്ട്. ഈ നെയ്ച്ചോറും ബീഫും എവിടെ വർക്കായാലും, കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്തായാലും എവിടെയാണെങ്കിലും നിബിദിനമായി കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് വരും. പരമാവധി ഇത് കഴിക്കാൻ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി എത്തിച്ചേരാൻ ശ്രമിക്കാറുണ്ട്. പരമാവധി ഈ നെയ്ച്ചോറും ബീഫ് കറിയും ഒഴിവാക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെമ്പുകളിലൊക്കെ ബീഫിൻ്റെ കറിയാണ്. അപ്പുറത്താണ് ചോറ് വെച്ചിരിക്കുന്നത്. ഇതാണ് കറി. ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള കറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് കഴിച്ച ആൾ വേറെ എവിടെ ചെന്നാലും ബീഫിൻ്റെ കറി കൂട്ടിയാൽ അവർ തൃപ്തിയാവില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഞങ്ങളുടെ ബീഫ്. കാലങ്ങളായി എടക്കനാട് മദ്രസയിലെ നിവേദനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നവരാണ് സലാം മാഷും ഒക്കെ. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേൾക്കാമല്ലോ. പുറത്തൂർ പഞ്ചായത്തിലെ എടക്കനാട് മഹല്ല് സംഘടിപ്പിച്ച നബിദിന റാലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഭക്ഷണ വിതരണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം മഹല്ലിൽ രജിസ്ട്രേഷനുള്ള 550ഓളം വീടുകളിൽ ഭക്ഷണം എത്തിക്കുകയും അതിനു പുറമെ ഈ മഹല്ലിലെ ഹൈന്ദവരായ സുഹൃത്തുക്കൾക്ക് ഭക്ഷണം എത്തിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് മഹല്ലുകളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുകയും ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു പോയിരുന്ന വളരെ നല്ല രീതിയിൽ ഇത് സംഘടിപ്പിക്കുകയും അതിൽ നാട്ടിലെ യുവാക്കളും ചെറുപ്പക്കാരും അതോടൊപ്പം തന്നെ വൃദ്ധരായ ആളുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. മദ്രസയിൽ ഏകദേശം 450ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരുടെ കലാവിരുന്നുകൾ ഇന്നും നാളെയുമായിട്ട് മഹല്ല് ജുമാ മസ്ജിദിനടുത്ത് ഉള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഇതിന് സഹകരിക്കുകയും സഹായിക്കുകയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഈ മഹല്ലിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ്. ഈ മഹല്ലിൽ മാത്രമാണ് ഇങ്ങനെ വീടുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു സമ്പ്രദായമുള്ളത്. മറ്റു മഹല്ലുകളിലൊക്കെ വീട്ടിൽ വന്നിട്ട് ആളുകൾ വന്നുകൊണ്ട് ടോക്കൺ സമ്പ്രദായത്തിൽ വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ, ഈ മഹല്ലിൽ ഇത് തുടങ്ങിയ അന്ന് മുതൽ
വീടുകളിലേക്ക് യഥാസമയം എത്തിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. അടുത്ത വർഷവും ഇൻഷാ അല്ലാഹ് ഇത് വിപുലീകരിച്ചുകൊണ്ട് ഇത് തുടരും എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ അയന്നവരായ സഹോദരങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരിപ്പോൾ തന്നെ പല ആളുകളും ഇതിലേക്ക് സംഭാവന നൽകുകയും നമ്മുടെ ഇതുമായി സഹകരിച്ചു പോയിരുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി വിപുലാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടുകൊടുക്കാനും ഈ അയന്നവരായ ഇത് സഹകരിക്കുന്നുണ്ട്. ഇത് തുടർന്ന് പോകാൻ അടുത്ത വർഷം ഇതിലും വിപുലമായിട്ട് നടത്തണം. ഇപ്പോൾ തന്നെ ഒരു 15 കിൻഡലോളം മാംസം നമ്മൾ ഇത് പാചകം ചെയ്ത് ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേക നാച്ചുറലായിട്ടുള്ള ചട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ കറികളൊക്കെ വിളമ്പി കൊടുക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള സംവിധാനത്തിലാണ് നീങ്ങുന്നത്. എൻ്റെ സുഹൃത്ത് ഉബൈബ് ഭക്ഷണവുമായി പോവുകയാണ്. ഒരു വീട്ടിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് വരെയുള്ള ഗ്രാമീണത തുളുമ്പുന്ന കാഴ്ചകൾ ഒന്ന് കണ്ടാലോ. അപ്പോൾ അവരുടെ കൂടെ വേറൊരു ബൈക്കിൽ ഞാനും എൻ്റെ സുഹൃത്ത് റഫീഖും കൂടെ പിന്തുടരുകയാണ്. ഇതാണ് ഒരു വീട്ടിലേക്കുള്ള ഇറച്ചിക്കറിയും നെയ്ച്ചോറും. അങ്ങനെ റോഡും പുഴയും ഇടവഴികളും പാലങ്ങളും ഒക്കെ കടന്ന് പോവുകയാണ്. ഈ വലതുവശത്ത് കാണുന്നതാണ് തിരൂർ പുഴ. ഈ തിരൂർ പുഴയ്ക്ക് കുറുകെ കാവലക്കാടിനെയും പടിഞ്ഞാറക്കരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഏകദേശം പണി കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം അടുത്ത് തന്നെ ഉണ്ടാവും എന്നാണ് അധികൃതർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞാൽ നമുക്ക് പടിഞ്ഞാറക്കര ബീച്ചിലേക്ക് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഭക്ഷണം കൊടുക്കേണ്ട അഡ്രസ്സിലുള്ള വീട് കണ്ടെത്തി അവർ ഭക്ഷണത്തിനായി കാത്തിരിക്കുകയായിരുന്നു. വീണ്ടും ഞങ്ങൾ മദ്രസയിലേക്ക് തിരിച്ചെത്തി. ഭക്ഷണം ഏകദേശം കൊടുത്ത് കഴിയാറായി. പാത്രങ്ങളും ചട്ടികളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും. ഭക്ഷണങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം എല്ലാവരും ഈ പാത്രങ്ങളും ചെമ്പും പായം എല്ലാം കഴുകി വൃത്തിയായി സൂക്ഷിച്ചു വെക്കും. പിന്നീട് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.